മണീസ് എന്തെല്ലാം അസ്സലാമലൈക്കും. സുഖാണോ എല്ലാവർക്കും? ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചിക്കൻ പക്കുവടയാണ്. അധികം വെള്ളം കൂട്ടാണ്ട് പൊരിച്ചിട്ടെടുക്കുക. ഇപ്പൊ ദർസ് വിട്ടിട്ട് മക്കള് വരും കേട്ടോ. പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ്. ചിക്കൻ പക്കുവട ഉമ്മാന്റെ സ്പെഷ്യൽ ഉമ്മ ആക്കി തരണേന്നും പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ റെസിപ്പിയും കാണിച്ചു തരാം. പിന്നെന്താ, കുറച്ച് വിശേഷങ്ങളും പറയാം, കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാം. അങ്ങനെ വന്നതാണ്. ഇത് കടലക്കപ്പൊടിയും ഉള്ളിയും പിന്നെന്താ ചിറ്റുള്ളി, ഇഞ്ചി ചതുക്കി, പച്ചമുളക് ചതുക്കിയിട്ട് നല്ലോണം മല്ലിച്ചപ്പ് കുറച്ചധികം ഇടുക, കറിവേപ്പില ഇടുക. പിന്നെന്താ വേണ്ടേ, ചിക്കന് പീസ് പീസാക്കിയിട്ട് അത് ഇടുക. കുറച്ച് ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, വേണമെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. കഴിയുന്നത് ഉള്ളിന്റെ നീരില് നമ്മൾ എന്താക്കുക, കുഴച്ചിട്ടെടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതേപോലെ ഉണ്ടല്ലോ, ഇങ്ങനെ പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തിട്ട് നെയ്യിലിട്ട് കൊടുക്കുക. ഇത്രയാണുള്ളൂ കേട്ടോ. അപ്പൊ അതേപോലെ ഒരു 2-3 ആക്കി കൊടുക്കുക. ചട്ടി വലിപ്പത്തിനനുസരിച്ചിട്ട് എന്താക്കാം, ഇട്ട് കൊടുക്ക കേട്ടോ. അമ്പലത്തില് തറ അതിനെ കൊണ്ട് അവരെ കൊട്ടിമേളം എന്തെല്ലാം ഉണ്ടല്ലോ, നമുക്കറിയില്ല. അത് അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ, ചെണ്ടമേളം. പിന്നെ ഞാൻ വിശേഷം പറയാന്ന് പറഞ്ഞത്, ഞാനിപ്പോ ഈ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ പറയട്ടെ, ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും ഹസ്ബൻഡിന്റെ സമ്മതത്തോടെ തന്നെയാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ 1 മിനിറ്റ് കുട്ടികൾ വന്നിട്ടുണ്ട് തോന്നുന്നു. കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്, നോക്കട്ടെ. മക്കള് വന്നിട്ടാ, മക്കള് ദർസ് വിട്ടിട്ട് വന്ന് അപ്പത്തേക്ക് ഇത് ഇതാ നല്ലോണം ഒരുപോലെ ആയിട്ടുണ്ട്. ഇത് ഓരോന്നങ്ങ് കൊടുക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. ആ ഇടക്ക് ചിക്കൻ ഇങ്ങനെ കടിക്കുമ്പോ അതൊരു രസം. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താന്നറിയോ, ഒരുപാട് ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ട് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് തന്നെയാണ്, സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഇഷ്ടമില്ലാണ്ട് കുടുംബക്കാരായി കഴിഞ്ഞാലും പുറമേ ഉള്ളവരായി കഴിഞ്ഞാലും ഒരുപാട് പ്രതിഷേധങ്ങൾ തരണം ചെയ്ത് ഇട്ടാണ് ഇതുവരെ ഞാൻ എത്തിയത്. പിന്നെ അത് കുറച്ച് ഒന്ന് എന്താ പറയാ, നമ്മുടെ ചാനൽ ഒന്ന് ഉയർന്നു വരുമ്പോ ഈ ഒരാൾ ഇവിടെ വന്ന് നോക്കുന്നുണ്ട്, നെഗറ്റീവ് അടിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, അവര് സപ്പോർട്ടുമായിട്ട് വരുന്ന കാഴ്ചയും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാവോ, നമ്മുടെ ഇഷ്ടം എന്താണോ അത് നല്ല രീതിയിൽ നമ്മൾ നടപ്പാക്കുക. അതിൽ നെഗറ്റീവായിട്ട് വരുന്നവര് നമ്മുടെ കഴിവ് ഉണ്ടാവുമല്ലോ, നമ്മുടെ കഴിവ് തെളിയിക്കപ്പെട്ടാൽ, ഇന്നത് കഴിച്ചോ പോയിട്ട് നീ ഇതെന്റെ അടുത്ത് കൊണ്ടേക്കോ. നമ്മുടെ കഴിവ് തെളിയിക്കപ്പെട്ടാല് എല്ലാവരും അംഗീകരിക്കും. പോയി തിന്നോ. ആദ്യം ഒന്ന് സപ്പോർട്ടിനൊന്നും ആരും ഉണ്ടാവില്ല, പക്ഷെ അത് കണ്ടിട്ട് ആരും തളരാൻ പാടില്ല. ഞാൻ എന്താ പറയണ്ടേ, അത്രയും ഞാൻ നെഗറ്റീവായിട്ട് എല്ലാ മാതിരി ഞാൻ അനുഭവിച്ചതാണ്. എല്ലായിടത്തുനിന്നും നെഗറ്റീവായിട്ട് വന്നു. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് നല്ല വീഡിയോസാ, എന്നാലും പിടിക്കൂല. എന്നാലും ഓരോ നെഗറ്റീവും കൊണ്ട് ചിലപ്പോ നമ്മൾ അറിയാത്ത ആൾക്കാരും അസൂയ മൂത്തിട്ടും കൂടി വന്നിട്ട് കമന്റ് ഇടും. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഒന്നുകൊണ്ടും തളരാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് അടിച്ചിരുന്ന ആൾക്കാര്, നമ്മളെ അറിയുന്ന ആൾക്കാരിന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവര് ഞാനിപ്പം യൂട്യൂബിൽ നിന്ന് കുറച്ചെങ്കിലും എനിക്ക് മോണിറ്റൈസേഷൻ ആയി, എനിക്ക് റവന്യൂ കയറി തുടങ്ങി എന്നെല്ലാം കേൾക്കുമ്പോ നെഗറ്റീവ് അടിച്ച ആൾക്കാർ സപ്പോർട്ടുമായിട്ട് വന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നല്ല നിലയിൽ ആയിരിക്കുമ്പോ എല്ലാവരും ഉണ്ടാവും. അല്ലാണ്ട് നമ്മളെ പരമാവധി നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതില് തളരാണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് ജയിച്ചിട്ട് മുന്നേറി കഴിഞ്ഞാലുണ്ടല്ലോ, എന്താ പറയണ്ടേ, ഏത് ഓടനും വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതാണ് സത്യം. തരക്കേടില്ല, നമ്മൾ അങ്ങനത്തെ ഒരു ഇതും കൊണ്ടാണ്. അല്ലെങ്കിൽ വീഡിയോസ് ആണ്
ചെയ്യുന്നെങ്കിൽ പറയുന്നതിനൊരു ഒരു രസമുണ്ട് അല്ലെ. ഇത് അതൊന്നും ഇല്ലാണ്ട് പിന്നെ കുറെ ഞാൻ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയ ഇത് പാടെന്ന് വെച്ചാല് പറയുന്നവരെന്തോ പറയട്ടെ, ഇത് നമ്മുടെ ഇഷ്ടല്ലേ. പിന്നെ ഞാൻ എന്നും ഞാൻ പറയാറുണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിന്ന് ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും കാണും, എന്നോട് പറയും നല്ല വീഡിയോസ് ആണ്, നല്ല ഇതാണ് എന്ന് പറയും. ഹസ്ബൻഡിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ നെവർ മൈൻഡ്. പിന്നെ ബാക്കിയുള്ളവര് പറയുന്നവരെ അവിടെ പറയട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് നേരാക്കി കൊടുക്കണത്. നോക്കിയാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കറുമുറുകനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. യൂട്യൂബിൽ ഞാൻ വന്നിട്ട് എനിക്ക് കുറച്ചെങ്കിലും അഭിമാനിക്കാന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്റെ ഈ ഒരു കുടുംബത്തിന് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തില് ഇടങ്ങേറായ സമയത്ത് എന്റെ ഹസ്ബൻഡിനെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു എനിക്ക് കുറച്ച് വലിയൊരു ആഗ്രഹമുണ്ട് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതും ഞാൻ അച്ചീവ് ചെയ്യുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ട് എനിക്ക്. എന്റെ ലക്ഷ്യത്തിന്റെ കൂടെ നിങ്ങൾ വേണം കേട്ടോ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് എന്തും നേടാൻ സാധിക്കുള്ളൂ. എനിക്ക് എന്റെ കുടുംബത്തിനൊരു താങ്ങായി നിൽക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാണ്ട് നമ്മുടെ കുടുംബത്തിനൊരു താങ്ങും തണലുമായിട്ട്, ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും നമ്മളൊരു താങ്ങും തണലുമായിട്ട് അവർക്ക് ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എനിക്ക് ഈ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് അതിന് കുറച്ചെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ എന്താ പറയാ, പ്രൗഡാണ്. എനിക്കതിൽ അഭിമാനിക്കാം. നേരെ മറിച്ച് ആ നെഗറ്റീവ് അടിച്ചിട്ട് ഞാന് പിന്നോട്ടം ബാക്കോട്ട് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇരുന്ന് കരച്ചില് മാത്രമായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ചിരിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഒന്നും കാര്യമാക്കാണ്ട് ഞാൻ പിന്നെയും വീഡിയോസ് ഇട്ടത് കൊണ്ടല്ലേ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ഇന്നലെ ഒരു യൂട്യൂബർ എന്നോട് പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ഒരുപാട് അവഗണന വരുന്നുണ്ട്. നല്ല വീഡിയോസ് ആണ് ഇത്ത ചെയ്യുന്നത്, എന്നാലും ഒരുപാട് അവഗണന വരുന്നുണ്ട്. വല്ലാണ്ട് വെറുത്തു പോകുന്ന വീഡിയോസ് ഇടാനേ താല്പര്യം വരുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ കൊടുത്തൊരു പാടെന്ന് പറഞ്ഞാല് അവർക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ആൾക്കാർ നമ്മളെ ഒരു 5 പൈസ തന്നിട്ട് സഹായിക്കൂലോ. ഈ നെഗറ്റീവ് അടിച്ചിട്ട് ഇരിക്കുക എന്നല്ലാണ്ട് ഒരു 5 പൈസ നമുക്ക് തന്നിട്ട് സഹായിക്കൂല. എങ്ങനെ സഹായിക്കും? നമ്മളെ തളർത്തിക്കൊണ്ട് സഹായിക്കും. അതിന് അവർക്ക് നല്ല കഴിവുണ്ട്. അപ്പൊ നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കുക ഇങ്ങനെയാ. എന്താ വാവാച്ചിക്ക് വേണ്ടത്? വേണോ കൊണ്ടുപോയിട്ടിനോ? തട്ട് ഇത് കൊണ്ടുപോയിട്ടിനോ? ഇത് വേണ്ട, ഓളം തട്ടാന് എടുക്കാന് തട്ടട്ടെ. മക്കളെ പൊരിച്ചതേ ഓർമ്മയുള്ളൂ. കൊറേ പൊരിച്ചിട്ടുണ്ടേനു, എല്ലാം കൊണ്ടുപോയി. ഇതാള്ളൂ. ഇതും ഇപ്പൊ വാങ്ങാൻ വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പറയുന്ന കൊറേ ദിവസമായി ഉമ്മാനോട് ഇത് ഉണ്ടാക്കി തരാൻ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ വരുമ്പത്തേക്ക് 2 എണ്ണെങ്കിലും ഞാൻ തിന്നട്ടെ. നല്ല ക്രിസ്പിയാണ്, നല്ല രസമാണ് കേട്ടോ കഴിക്കാനും. 4 മണിക്ക് ഇങ്ങനെ പൊരിക്കടി രസമല്ലേ. ഇതാ എന്റെ ഫേവറേറ്റ് കട്ടൻ ചായ. എന്താ രസം എന്നറിയോ ഇതിന്റെ ഒക്കെ കോമ്പിനേഷൻ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ തുടങ്ങി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും എനിക്ക് തരാനുള്ള ഒരു സന്ദേശം എന്നൊക്കെ പറയൂലേ, എന്താന്ന് വെച്ചാല് നെഗറ്റീവ് വരും, ഇഷ്ടം പോലെ വരും. സ്വന്തക്കാരിൽ നിന്നും വരും, അല്ലാണ്ട് നമ്മളെ എന്താ പറയാ പുറത്തുള്ളവരിൽ നിന്നും വരും, നാട്ടുകാരിൽ നിന്നും. നമ്മള് ലൈവ് ഇട്ടൊക്കെ കഴിഞ്ഞാല് എനിക്ക് ഇപ്പാണ് ഒന്ന് കുറച്ച് കുറഞ്ഞത് കേട്ടോ. ലൈവ് ഇട്ട് കഴിഞ്ഞാലെല്ലാം വരും. നല്ല രീതിയിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഇതാ വരുന്ന് വേഷം കെട്ടി നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാലും പറയൂ കേട്ടോ. എന്നാ അത് കൊണ്ടേക്കോ. അപ്പൊ അതിലൊന്നും തളരാണ്ട് മുന്നോട്ട് പോയവർക്കാണ് വിജയം കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് വിജയിച്ചു എന്നൊന്നും പറയാനാവൂല. ഞാൻ ഒരുപാട് ലക്ഷങ്ങളും നേടിയിട്ടില്ല. എന്നാലും ഞാൻ 1 രൂപയെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലായിരുന്നു. സീരിയസ് ആയിട്ട് ഞാൻ നിങ്ങളോട് എപ്പം പറയാറുണ്ട്, ഞാൻ പിന്നീടാണ് സീരിയസ് ആക്കിയിട്ട് എടുത്തത് തന്നെ കേട്ടോ.
മക്കളായിട്ട് തുടങ്ങി വെച്ചതായിരുന്നു. പിന്നീടാണ് അതൊന്ന് സീരിയസ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. മാഷാ അല്ലാഹ് കുറച്ച് വൈകിയാണെങ്കിലും മോണിറ്റൈസേഷനെല്ലാം ഓണായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറയുന്നത് ഒരിക്കലും തളരാണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ലക്ഷ്യം എന്താണോ, അതുപോലെ വീഡിയോസിന് വ്യൂസ് കുറഞ്ഞാലും നിങ്ങൾ നിർത്തരുത് കേട്ടോ. എനിക്ക് പറഞ്ഞു തരാനുള്ളത് അതാണുള്ളൂ. ഡെയിലി വീഡിയോസ് ഇടുക. നിങ്ങൾ നിർത്തരുത് ഒരിക്കലും. ഇങ്ങനെ എന്താ പറയാ, മടി പിടിച്ചിട്ടിരിക്കരുത്. നമ്മള് എല്ലാരും ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന്. എന്നോടൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് വേറെ പണി. ഇതും ഒരു ജോലിയാണ്. ഇതിന് ഇറങ്ങിയവർക്ക് അറിയാം അതിന്റെ വിഷമം എന്താ എന്നുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ജോലിയാണ്. യൂട്യൂബർ എന്നത് ഒരു തൊഴിലാണ്. അതുകൊണ്ടല്ലേ യൂട്യൂബ് മുതലാളി നമ്മൾക്ക് റവന്യൂ തരുന്നത്, ക്യാഷ് തരുന്നത്. ഇതും ഒരു തൊഴിലാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നെഗറ്റീവിനെ അങ്ങ് നെവർ മൈൻഡ് ആക്കിയിട്ട് വിടാന്. നമ്മുടെ ലക്ഷ്യം എന്താണോ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടോണ്ടിരിക്കുക. നല്ല വീഡിയോസ് ഇട്ടോണ്ടിരിക്കുക. എന്തായി കഴിഞ്ഞാലും വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ തളർത്തുന്നവര് തളർത്തിക്കൊണ്ടേയിരിക്കും. അവിടെ അവരാണ് വിജയിക്കുക. നമ്മൾ തളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, തളർത്തുന്നവരെ മെയിൻഡാക്കാണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം വിജയത്തിൽ എന്നെ എത്തിക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് തരാനുള്ള ഒരു ക്ലാസ് കേട്ടോ. ഞാനിപ്പോ 1.5-2 വർഷത്തിന്റെ 2 വർഷം ആയിട്ടില്ല, അടുത്തായി ഞാനിപ്പോ യൂട്യൂബില്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഒരുപാട് വാരി കൂട്ടിയിട്ടൊന്നുമില്ല മക്കളെ. എന്നാലും അൽഹംദുലില്ലാ എന്ന് പറയാം. ചിലപ്പോ ചില മാസം 1 മാസം കൂടുമ്പോ കിട്ടിയതുണ്ട്. ചെറുതാണെങ്കിലും ചിലപ്പോ 2 മാസം കൂടുമ്പോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും മെയിൻഡ് ആക്കണ്ട. ഇനിയിപ്പം നമുക്ക് 2-3 മാസം കൂടുമ്പോഴാണ് നമ്മുടെ ഏണിങ്സ് ഫുള്ളായിട്ട്, റവന്യൂ നമുക്ക് ഫുള്ളായിട്ട് കയറുന്നതെങ്കിലും ഓക്കെ, തളരാണ്ട് മുന്നോട്ട് പോവുക. എപ്പോ ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. എല്ലാ വീഡിയോസും ഒരേ റീച്ചിൽ പോയിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് യൂട്യൂബേഴ്സിനോട് എനിക്ക് തരാനുള്ളൊരു ഇത് എന്താണ്, ഞാൻ അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നത് കേട്ടോ. ഈ പറയപ്പെട്ടവരാരും നമ്മളെ തിരിഞ്ഞൊന്നും നോക്കൂല. ഈ തളർത്തുന്നവരാരും നമ്മൾക്ക് ഒരു ഉറുപ്പ്യ കൊണ്ടു തരൂല. നമ്മുടെ ഒരാവശ്യം അവര് നിറവേറ്റും ചെയ്യൂല. അവർക്ക് കാണേണ്ടത് നമ്മുടെ തളർച്ചയാണ്. നമ്മൾ തളർന്ന് കിടക്കുന്നതും നിരാശയായിട്ട് ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നതൊക്കെയാണ് കാണേണ്ടത്. അങ്ങനെ അവരെ വിജയിക്കാൻ സമ്മതിക്കരുത്. നമ്മളാണ് വിജയിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.